ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പുറത്ത് പോയപ്പോൾ കണ്ടതാണ് ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി പൽക്കി എന്നാണ് കേട്ടോ ഇതിന് പറയുക. ഗുരുപൂർണിമയുടെ ഭാഗമായിട്ട് നടക്കുന്നൊരു ഫംഗ്ഷനാണ് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. നമ്മളെ നാട്ടിലൊക്കെ ശബരിമലക്ക് അതുപോലെ തന്നെ ഹജ്ജ് ഉംറക്കൊക്കെ പോകുന്നത് പോലെ ഇവർ വർഷത്തിലൊരിക്കൽ പോകുന്നതാണ് കേട്ടോ. ചില ആളുകൾ ഇത് വണ്ടിയിൽ ഇങ്ങനെ അവരുടെ പാട്ടൊക്കെ വെച്ച് പോകുന്നുണ്ടാവും. ചിലർ DJ ഒക്കെ വെച്ച് സോങ്ങൊക്കെ വെച്ച് ചെറിയ ചെക്കന്മാരൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. ഇതിൽ വയസ്സായവർ, ചെറിയ ചെറിയ ചെക്കന്മാർ എല്ലാവരും ഉണ്ട് കേട്ടോ. താങ്ക് യു. ഈ ആളുകൾക്ക് കുറച്ച് ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഒരു സ്വീകരണം അതുപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ സ്വീകരണം ഉണ്ടായിരുന്നു അവിടെ ആ ഒരു മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങളൊക്കെ റൂമിൻ്റെ അടുത്തുള്ളൊരു മണ്ഡപമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എടുത്തതാണ്. ഞാൻ ആദ്യം ഇതൊരു ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് ഇടാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മണ്ഡപത്തിന് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇതൊക്കെ കണ്ട സമയത്ത് ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു സ്ഥലത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വീഡിയോസും കാണാൻ താല്പര്യമുള്ളവരുണ്ടാവില്ലേ? അവിടെ എന്തൊക്കെ ഫങ്ഷൻസാണ് ഉണ്ടാവുക, അവർക്ക് എന്തൊക്കെയാണ് ഉള്ളത്, അവരുടെ കല്യാണങ്ങൾ എങ്ങനെയൊക്കെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫംഗ്ഷൻ്റെ ദിവസം, അതായത് ഈ ഒരു സായി പൽക്കിയുടെ തലേ ദിവസം സ്കൂളിലൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും ഓർമ്മയില്ല. 1-2 തവണയൊക്കെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലിരിക്കും. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ ഫംഗ്ഷന് മോനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതിൻ്റെ പേരറിയില്ല. ഈ ഫംഗ്ഷൻ നടക്കുന്ന, അതായത് ഇന്നത്തെ ഈ നടക്കുന്ന ദിവസം സ്കൂളൊക്കെ ലീവായിരുന്നു കേട്ടോ മോനുവിന്. ഇത് ഞങ്ങളെ റൂമിൻ്റെ ഫ്രണ്ടിലാണ്. കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ, കുറച്ച് ഒഴിഞ്ഞ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ അവർ അലക്കാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് അവർ രാത്രി കഴിഞ്ഞിട്ട് രാവിലെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴാണ് ഞാനിത് ലോങ് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പോകുന്നത് സിരിഡിക്കാണ് കേട്ടോ. ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും സിരിഡി എന്നൊക്കെ പറഞ്ഞാൽ. അവിടേക്കാണ് ഈ ആളുകളൊക്കെ പോകുന്നുണ്ടാകുക. അവർ ഇതുപോലെയുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വന്നിട്ട് ചെറിയൊരു ടെൻറ്റ് പോലെയൊക്കെ അവർ ടാർപ്പായണ്ടൊക്കെ ഒരു വീടൊക്കെ കെട്ടിയിട്ടാണ് അവർ താമസിക്കുക. അവരെ തന്നെ അവർക്ക് വെക്കാനുള്ള ഫുഡ്, അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഫുള്ള് അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ ഒരു വണ്ടിയിൽ. ഈ കാണുന്നതൊക്കെ അവർക്ക് ഫുഡ് വെക്കാനുള്ളതും അവരുടെ വെള്ളം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവരേത് സ്റ്റോക്കായിരിക്കും. അവരൊരുപാട് വണ്ടി വന്നിരുന്നു കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. റൂമിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഗ്യാപ്പില്ലാതെ വണ്ടികൾ നിൽക്കുമായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ റോഡിലൂടെ പോകുന്നൊരു വീഡിയോ എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതായിരുന്നു പാട്ടൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ റൂമിൻ്റെയൊക്കെ ഫ്രണ്ടിൽ അവർ ഇതുപോലെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ടെൻറ്റൊക്കെ കെട്ടി. പിന്നെ മണ്ഡപത്തിൽ പരിപാടിയൊക്കെ കണ്ടത് കാരണമാണ് ഞാൻ കൂടെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ പിന്നെ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലുള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരിക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.